പറയുമ്പോഴാണ് പരസ്യങ്ങളുടെ സ്വാധീനം. പരസ്യങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വയസ്സായ അല്ലെങ്കിൽ പിച്ച വെച്ച് നടക്കുന്ന ഒരു കമിഴ്ന്ന് കിടക്കുന്ന പ്രായം തുടങ്ങി കുഞ്ഞ് പരസ്യം കാണുന്നുണ്ട്. അപ്പൊ പരസ്യത്തിൽ നിന്ന് നല്ലത് ചീത്ത വേർതിരിച്ചറിയാനുള്ള ഒരു പ്രായം കുഞ്ഞിനില്ല. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ആൽക്കഹോളിന്റെ ആവാം, അല്ലെങ്കിൽ സിഗരറ്റിന്റെ ആവാം, അങ്ങനെയുള്ള പരസ്യങ്ങൾ ഈ കുട്ടികളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം ഒട്ടും ചെറുതല്ല അല്ലെ? വളരെ കറക്റ്റായ ഒരു നിഗമനമാണ്, അല്ലെങ്കിൽ വളരെ നല്ലൊരു ചോദ്യമാണ്. പരസ്യം എന്തിനാണ് എന്നുള്ളതാണ് കുട്ടിയും അമ്മയും അച്ഛനും ഒക്കെ മനസ്സിലായിരിക്കേണ്ടത്. ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് വളരെ പെട്ടെന്ന് എത്താനും അത് അവർ വാങ്ങുന്ന വഴിയായിട്ട് ഉണ്ടാക്കിയ വ്യക്തിക്ക് നഷ്ടമുണ്ടാകാതിരിക്കാനും വേണ്ടി അവർ തയ്യാറാക്കുന്ന വളരെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ പരസ്യം. ഈ പരസ്യത്തിൽ എങ്ങനെ പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ തലത്തിൽ ഇവർ പല രീതിയിലുള്ള ഡയമെൻഷൻസ് ഉപയോഗിക്കും. അത് കാണുമ്പോൾ ചിലപ്പോൾ ആ ഒരു വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ആൽക്കഹോളിൻ്റെ പരസ്യമായിക്കോട്ടെ, സിഗരറ്റിൻ്റെ പരസ്യമായിട്ടെ, അതിലെല്ലാം കരുത്തോടെ വിജയത്തോടെ മുന്നോട്ട് എന്നുള്ള തലത്തിലുള്ള പല ആശയങ്ങളാണ് സിഗരറ്റിൻ്റെയും. ഇവൻ ആൽക്കഹോൾ അല്ലെ ആണത്തം, അല്ലെങ്കിൽ ആ ഒരു പാർട്ടി ഫീലിംഗ്, നിങ്ങളുടെ ജീവിതം സെലിബ്രേറ്റ് ചെയ്യാൻ എന്നൊക്കെ പല മെസ്സേജുകൾ വരുമ്പോൾ ജീവിതം എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റൂ എന്ന് തോന്നുകയാണ്. നേരത്തെ വെച്ച് പേരൻസിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രശ്നം, ഈ കാര്യത്തിനും പേരൻസിന് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കുഞ്ഞുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സമയം. ടി വി ഓണാക്കുകയും അച്ഛനും അമ്മയും ഒരു സൈഡിലിരിക്കുകയും കുഞ്ഞു വേറിരിക്കുകയും എല്ലാ ദിവസവും ഈ പ്രോസസ്സ് മാത്രം ഇവർ തമ്മിൽ സംസാരിക്കുന്നില്ല. ബ്രേക്ക് വരുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റി വരുന്ന സമയത്തോ ഭക്ഷണം എടുക്കാൻ പെട്ടെന്ന് പോയിട്ട് വീണ്ടും തിരിച്ചു വന്നിരിക്കുമ്പോൾ ഇവർ തമ്മിൽ സംസാരം വരുന്നില്ല. പക്ഷേ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് ആ അഡ്വർടൈസ്മെന്റിനുള്ള അകത്തെ കണ്ടന്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് കഴിച്ചിട്ടല്ലേ ആകാശത്തോട് പറക്കുന്നു, നീ പറന്നു കഴിഞ്ഞാൽ ഇത് പരസ്യമാണ്, നീ പറന്നു കഴിഞ്ഞാൽ താഴെ പോയുള്ളൂ, കാലൊടിയുള്ളൂ, മരിക്കുകയുള്ളൂ എന്നുള്ള പ്രോസസ്സ് കുട്ടിക്ക് റിയലൈസേഷൻ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പേരൻസിന് കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായ രീതിയിൽ കുട്ടിക്ക് ചെറുപ്പം മുതൽ തന്നെ ഇത് പരസ്യം മാത്രമാണ്, പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള മാത്രമാണ്, അല്ല ഇതിനകത്ത് ഇത് അതിഭാവുകത്വം നിറഞ്ഞ ചില വിഷ്വൽസും മാത്രമാണ്, ഇത് റിയാലിറ്റി അല്ല എന്ന് നമ്മൾ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. അതിനൊരു അല്പം സമയം പേരൻസ് എടുത്താൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും.